ഇന്ന് രാവിലെ മുറ്റത്തിറങ്ങാനൊരു പ്രത്യേക സുഖമായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രിയിൽ മഴ ചാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ വെയിലും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല വെയിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം പൂക്കളൊക്കെ നല്ല രീതിയിൽ കരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് റോസാപ്പൂക്കൾ. അപ്പോൾ അതൊക്കെ തണ്ടിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയുവാണ്. അവിടെ നിന്ന് പുതിയ കഴുത്ത് പൊട്ടിയിട്ട് പുതിയ പൂക്കൾ ഉണ്ടാവും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീടും പരിസരവും നിറയെ പൂക്കളാലും അതുപോലെ തന്നെ പ്ലാന്റ്സുകളാലും ചുറ്റപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആരായാലും ഒന്ന് നോക്കി നിന്ന് പോവേ. അതുപോലെ തന്നെ പൂക്കളാണ്. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം നല്ല രീതിയിൽ കെയറും മെയിൻറ്റെയിനും ചെയ്തിട്ടാണ്. നിങ്ങൾ ഈ റോസിലേക്ക് നോക്കിയേ, എന്തേലും പൂവാന്ന്. ഇനിയിപ്പോൾ വിരിയാൻ വേണ്ടിയിട്ട് തന്നെ എത്ര മൊട്ടുകളാണ് നിൽക്കണേന്ന് നോക്കിയേ. നല്ല ഭംഗിയാണ് കേട്ടോ മഞ്ഞ റോസ കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞ റോസ മാത്രമല്ല, ഇപ്പോഴത്തെ സൈഡിൽ നാടൻ റോസേൻ്റെ കമ്പൊക്കെ നട്ടിട്ടുണ്ട്. അതിലൊക്കെ ആണെങ്കിലും നിറച്ച് മൊട്ടുകളുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ പച്ചക്കറികളാണ് കേട്ടോ. കുറേ ചീരത്തൈകളും മുളകുകളും വഴുതനങ്ങയും എന്താ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇതാ വടക്ക് ഭാഗത്തുള്ള കാപ്പി ചെറുതായിട്ട് പൂത്തിട്ടുണ്ട്. അതിൻ്റെ മണവും പിന്നെ ഈ ഒരു ചെടിയുടെ മണവും എല്ലാം കൂടെ ആകുമ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മണമാണ്. ശിവപാർവതീൻ്റെ മുകളിൽ കൂടെ കുറേ കോവലിൻ്റെ വള്ളി അതുപോലെ തന്നെ ചെടികളുടെ വള്ളിയൊക്കെ ഇങ്ങനെ കയറിയേക്കുവാണേ. അങ്ങനെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചെടി നശിച്ചു പോകും. ഇത് നിറയെ 10 മണിമുല്ലയും 4 മണിപ്പൂവും ഒക്കെയാണ് കേട്ടോ നട്ടിരിക്കുന്നത്.